അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആണ്. മാഗ്നറ്റിസത്തിന്റെ മലയാളം കാന്തികത എന്നാണ്. കാന്തത്തിന്റെ ഒരു പ്രോപ്പർട്ടി, മാഗ്നറ്റിന്റെ സവിശേഷ സ്വഭാവത്തിനെ വിളിക്കുന്ന പേരാണ്, ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിസം. അപ്പൊ ഒരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടിയാണ് എന്തോന്ന്, മാഗ്നറ്റിസം. അപ്പൊ നമ്മള് കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചും. അതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. മാഗ്നറ്റിസം എന്താണ്, അതിന്റെ പല പല കാര്യങ്ങളുമാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാഗ്നറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സവിശേഷതകളും പല കാര്യങ്ങളുമാണ് ഈ പാഠത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരം മാഗ്നറ്റ്സിനെ കുറിച്ചാണ്. അതായത് നാച്ചുറൽ മാഗ്നറ്റ്സും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സും. മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കാന്തമാണ്. അപ്പൊ അത് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് നാച്ചുറലും ഒന്ന് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്. എന്താണ് നാച്ചുറൽ മാഗ്നറ്റ്, എന്താണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. മാഗ്നറ്റ്സ് ഒബ്റ്റൈൻഡ് ഡയറക്ട്ലി ഫ്രം നേച്ചർ ആർ കാൾഡ് നാച്ചുറൽ മാഗ്നറ്റ്സ്. മാഗ്നറ്റ്സ് കാന്തങ്ങൾ എവിടെ നിന്ന്, ഡയറക്ട്ലി ഫ്രം നേച്ചർ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന കാന്തങ്ങളെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ മാഗ്നറ്റുകൾ. അതായത് ഈ കാന്തം നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതല്ല, മാൻമെയ്ഡ് അല്ല. അപ്പൊ രണ്ടു തരം ഉണ്ട്. ഒന്ന് മാൻമെയ്ഡ് ആണ്, അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാഗ്നറ്റ് ആണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ഇനി പ്രകൃതിയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന മാഗ്നറ്റ്സ് ആണ് എന്തെന്ന്, നാച്ചുറൽ മാഗ്നറ്റ്സ്. ഇതിനകത്ത് കാന്തത്തിന്റെ കണ്ടുപിടുത്തമായിട്ട് ബന്ധപ്പെട്ട് പണ്ടൊരു കഥയുണ്ട്. അത് ഇതേപോലെ എന്താണ്, ഒരു ആട്ടിടയൻ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ ആടിനെയൊക്കെ മേടിച്ച് പോകുമ്പോൾ ചില ഭാഗത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഷൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെരുപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു, മെറ്റൽ പാർട്ടൂടെ ഉള്ള ഒരു ചെരുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ചെരുപ്പ് പാറയിൽ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണപ്പെട്ടു, ആകർഷിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെയൊക്കെ ഒരു ഇൻസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് കാന്തത്തിന്റെ കണ്ടുപിടുത്തമൊക്കെ വരുന്നത്. അപ്പൊ അന്ന് അത് പ്രകൃതിയാലുള്ള ഒരു കാന്തമായിരുന്നു അന്ന് കണ്ടത്. അപ്പൊ ശ്രദ്ധിക്കാനുള്ളത്, കാന്തം മനുഷ്യൻ നിർമ്മിക്കുന്നത് മാത്രമല്ല, പ്രകൃതിയാലുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത്. പ്രകൃതിയാൽ ഇഷ്ടംപോലെ കാന്തങ്ങളുണ്ട്. സ്ട്രെങ്ത് കുറവാണെങ്കിൽ കൂടി അങ്ങനെയും കാന്തങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയുള്ള കാന്തങ്ങളെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്. അല്ലാതെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള മാഗ്നറ്റുകളെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. അപ്പൊ അൽനിക്കോ അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ മുതലായ സാധനങ്ങൾ വെച്ച് ചേർത്ത് അലോയ് ഉള്ള ഒരു മെറ്റൽ അലോയ് ആണ്, ഒരു ലോഹ സങ്കരമാണ് അൽനിക്കോ. അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാഗ്നറ്റുകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മാഗ്നറ്റുകളാണ് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. ഇനി അതിനകത്ത് ഷേപ്പ് ഓഫ് മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് നെയിം പറയാം. അപ്പൊ ഇവിടെ ഏത് ഷേപ്പാണ് ആദ്യത്തത്, ഒന്നാമത്തത് ബാർ ഷേപ്പാണ്. കണ്ടോ, അപ്പൊ ബാർ ഷേപ്പ് ആവുമ്പോ അതിന്റെ പേര് ബാർ മാഗ്നറ്റ്. ഓക്കെ, ബാർ മാഗ്നറ്റ് ആണ് ഇത്, ബാർ കാന്തം. അടുത്തത് ഇതൊരു കാന്ത സൂചിയാണ്, നമ്മൾ വടക്ക് നോക്കി യന്ത്രത്തിലൊക്കെ ഉപയോഗിക്കുന്ന കാന്ത സൂചിയാണിത്. ഓക്കെ, മാഗ്നറ്റിക് നീഡിൽ. അടുത്തത് ഒരു കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ള ലാടകാന്തമാണ് ഇത്. ഓക്കെ, ഹോഴ്സ് ഷൂ മാഗ്നറ്റ് എന്ന് പറയും, ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. അപ്പൊ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ള ടൈപ്പ് മാഗ്നറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ, സ്പീക്കറിലൊക്കെ കാണപ്പെടുന്ന ഒരു തരം മാഗ്നറ്റ് ആണ് ഇത്. ചെറിയ സ്പീക്കറിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇതാണ് റിംഗ് മാഗ്നറ്റ്. ഇതും ചില സ്പീക്കറുകൾ, ഹെഡ്ഫോൺസിലൊക്കെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ആണ്. ഇതാണ് ഡിസ്ക് മാഗ്നറ്റ്. ഇത് വളയ ഷേപ്പാണ്, ഇത് ഡിസ്ക് ഷേപ്പാണ്. അപ്പൊ ഇത് റിംഗ് മാഗ്നറ്റ്, ഇത് ഡിസ്ക് മാഗ്നറ്റ്. ഓക്കെ, ഇത് ഹോഴ്സ്ഷൂ മാഗ്നറ്റ്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഷേപ്പിനനുസരിച്ച് നമുക്ക് പല പല മാഗ്നറ്റിന്റെ പേര് പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ മിക്കവാറും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റുകളാണ്, മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ രൂപത്തിലോട്ട്. ഓക്കെ, അപ്പൊ രണ്ടു തരം മാഗ്നറ്റ് ഉണ്ട്. ഇത്രയും നമ്മൾ പറഞ്ഞതിൽ ഇത്ര കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. രണ്ട് തരം മാഗ്നറ്റുകൾ ഉണ്ട്. ഏതൊക്കെയാണ്, നാച്ചുറൽ മാഗ്നറ്റും ആർട്ടിഫിഷ്യൽ മാഗ്നറ്റും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളൊരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്ത്, ഒരു ത്രെഡ് ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്തിട്ടല്ല, അതായത് ഒരു നൂല് ഉപയോഗിച്ചൊരു മാഗ്നറ്റിനെ, ഒരു കാന്തത്തിനെ നമ്മൾ സ്വതന്ത്രാവസ്ഥയിൽ ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ, ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഏത് ദിശയിൽ നിൽക്കുമെന്നാണ്.
ഏത് ദിശയിലായിരിക്കും നിൽക്കുന്നത്? നമുക്കറിയാം കാന്തത്തിന്റെ രണ്ട് പോൾസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതൊക്കെ രണ്ട് പോൾസ് നോർത്ത് പോളും സൗത്ത് പോളും. ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും. ഉത്തര ധ്രുവമാണ് നോർത്ത്, ദക്ഷിണ ധ്രുവമാണ് സൗത്ത്. ഓക്കെ, അപ്പൊ രണ്ട് പോൾസ് ഉണ്ട്, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവം, നോർത്ത് പോള് സൗത്ത് പോള്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ചുമ്മാ ഒരു നൂലിങ്ങനെ കെട്ടിത്തൂക്കി സെന്ററിൽ കെട്ടിട്ട് നമ്മൾ ഇങ്ങനെ കെട്ടിത്തൂക്കി നിർത്തിയേക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏത് ഡയറക്ഷനിലായിരിക്കും ഈ കാന്തം സസ്പെൻഡ് ചെയ്തിരിക്കുക? ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വേറെ ഫോഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം ഒന്ന് അനങ്ങും, ജസ്റ്റ് അനങ്ങിയതിന് ശേഷം ലാസ്റ്റ് ഇത് റെസ്റ്റിലായിരിക്കുമ്പോ ഇത് നിൽക്കുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ആക്ച്വലി ഇതിന്റെ പോള് കൊടുത്തേക്കുന്ന തന്നെ അതുകൊണ്ടാണ്. നോർത്ത് ഡയറക്ഷനിലോട്ട് നിൽക്കുന്ന പോളിനാണ് നമ്മൾ നോർത്ത് എന്നും, നമ്മുടെ ജോഗ്രഫിക്കൽ സൗത്ത് ഡയറക്ഷനിലോട്ട് നിൽക്കുന്നതിനെയാണ് സൗത്ത് എന്നും വിളിക്കുന്നത്. ഓക്കെ, ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ കുരിശ് വരച്ചിട്ട് മുകളിൽ N താഴെ S എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഒക്കെ മാപ്പിൽ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്ന ദിശ. സൂര്യൻ ഉദിക്കുന്ന കിഴക്കെന്നൊക്കെ പറയില്ലേ, അപ്പൊ അത് ആ കിഴക്കെന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ജോഗ്രഫിക്കാണ്. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് പോൾസ് ഉണ്ട് കാന്തത്തിന്, നോർത്ത് പോള് സൗത്ത് പോള്. നമ്മൾ വെറുതെ ഒരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്തിട്ടാൽ അത് ഏത് പോളിൽ നിൽക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്ന. ഓക്കെ, വടക്ക് തെക്ക് ഡയറക്ഷൻ അല്ലെങ്കിൽ തെക്ക് വടക്ക് ഡയറക്ഷനിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഒരു കാന്തം നമ്മൾ എങ്ങനെ കറക്കി തിരിച്ചിട്ടാലും അത് റെസ്റ്റിൽ വന്ന് നിൽക്കുമ്പോൾ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് അതിന് ചുറ്റും വേറെ ഒരു ഇരുമ്പതും കൊണ്ടുവയ്ക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് അത് സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ നിൽക്കും? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും എപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അതാണ് ആ ഒരു പോയിന്റ് ആണ് നമ്മൾ ആദ്യം ഇതിൽ പറയുന്നത്. മാഗ്നറ്റിന്റെ ഒരു ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്, ഫസ്റ്റ് സവിശേഷതയാണ് പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ നോട്ടിലോട്ട് മാറ്റണം. ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് മാഗ്നറ്റിന്റെ ഏതൊക്കെ പോൾസ് ആണ് റിപ്പൽ ചെയ്യുന്നത്, ഏതൊക്കെ പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നത്, അതാണ് ഇനി അടുത്ത പറയുന്നത്. ഏതൊക്കെ പോൾസ് ആണ് റിപ്പൽ ചെയ്യുന്നത്, ഏതൊക്കെ പോൾസ് ആണ് അട്രാക്ട് ചെയ്യുന്നവരുടെ? നോർത്ത് പോളും സൗത്ത് പോളും എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. നോർത്ത് പോളും റിപ്പൽ ചെയ്യും. അതുപോലെ സൗത്ത് പോളും നോർത്ത് പോളും അട്രാക്ട് ചെയ്യും, സൗത്ത് പോളും റിപ്പൽ ചെയ്യും. ഇത് നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. എന്താണ്? നോർത്ത് സൗത്തും എപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. സെയിം ആയിട്ടുള്ള പോൾസ് എപ്പോഴും റിപ്പൽ ചെയ്യും. സെയിം ആയിട്ടുള്ള പോൾസ് എപ്പോഴും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അട്രാക്ട് ചെയ്യും. അടുത്ത മാഗ്നറ്റിക് കോമ്പസ്. കോമ്പസ് എന്ന് പറഞ്ഞത് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് കോമ്പസ്. വടക്ക് നോക്കിയെന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, നമ്മൾ പണ്ട് നാവികരൊക്കെ ദിശ നോക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ് ഈ ഒരു കോമ്പസ് എന്ന് പറയുന്നത്, മാഗ്നറ്റിക് കോമ്പസ്. ഈ കോമ്പസ് ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത്? ദിശ പറയുന്നത്. എങ്ങനെ അറിയാൻ പറ്റും? ഇതിനകത്തൊരു കാന്തസൂചിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എപ്പോഴും ഏതിലായിരിക്കും? ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്ന? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്ന. ആ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ദിശ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് അടുത്ത പറയുന്നത്. നോക്കിയാണ് a compass is a magnetic needle arranged in such a way that it can rotate freely inside an aluminum or plastic case. അപ്പൊ ഈ കോമ്പസ് നീഡിലായാലും ഈ മാഗ്നറ്റിക് നീഡിലായാലും അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ്? ഇതിനകത്തൊരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു അലൂമിനിയം കേസ് ആണ്. അതായത് ഈ അലൂമിനിയം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കേസിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോമ്പസ് നീഡിൽ ഉണ്ടാവുക. അതിനെങ്ങനെ എന്ത് ചെയ്യാം? ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ കോമ്പസ് നീഡിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും ഏത് കേസിലായിരിക്കും? അലൂമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേസ്. എന്തിനായിരിക്കും അങ്ങനെ അലൂമിനിയം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കേസ് ഉപയോഗിച്ചിരിക്കുന്ന? അലൂമിനിയത്തിനും പ്ലാസ്റ്റിക്കിനും എന്തില്ല? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ അത് കാന്തമായിട്ട് അട്രാക്ട് ചെയ്യുക റിപ്പൽ ചെയ്യുന്നില്ല. ഓക്കെ, കാന്തമായിട്ട് ബന്ധപ്പെട്ട ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അതൊക്കെ അലൂമിനിയവും പ്ലാസ്റ്റിക്കും. അതുകൊണ്ട് അത് വെച്ചുകൊണ്ട് ഇതിന്റെ ഡയറക്ഷൻ ഒരു വ്യത്യാസം വരില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പൊ ഒരു കാന്തസൂചി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വടക്ക് നോക്കിയന്ത്രം എടുത്ത് വെച്ചിട്ട് അതിനടുത്ത് വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ കൊണ്ട് വെച്ചാൽ അത് അട്രാക്ട് ചെയ്യും. അതപ്പോഴും കറക്റ്റ് നോർത്ത് സൗത്ത് ആയിരിക്കില്ല കാണിക്കുന്നത്. ഇത് അതിന്റെ ചുറ്റും വേറെ ഒരു മാഗ്നറ്റിക് സാധനങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കൂ.
ഓക്കെ, അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിക്കാണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തേക്കുന്നത്. വെൻ പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്, നമ്മളൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു പരന്ന സാധാ ഒരു സർഫസിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഇറ്റ് കംസ് ടു റെസ്റ്റ് ക്വിക്ലി ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അത് പെട്ടെന്ന് നോർത്ത് സൗത്ത് ഡയറക്ഷനിലേക്ക് കറങ്ങി വന്ന് നിൽക്കും റെസ്റ്റിൽ വെക്കുമ്പോൾ. ഓക്കെ, ഹെൻസ് ദിസ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ. അതുകൊണ്ട് ഈ ഇൻസ്ട്രുമെന്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ദിശ അറിയാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, നാവികരൊക്കെ ഉപയോഗിച്ചിരുന്നത് ഇതാണ്. അന്ന് നടുക്കടലിൽ പോയി കഴിഞ്ഞാൽ ദിശ നമുക്ക് കറക്റ്റ് പറയാക്കൂല. അപ്പൊ അവിടെ ദിശ പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് എന്താണ്? കോമ്പസ് നീഡിലാണ്. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ടെക്നോളജി വികസിച്ചു, അതുകൊണ്ട് കോമ്പസ് നീഡിൽ മാത്രമൊന്നും അല്ല. ഓക്കെ, അടുത്തായിട്ട് എർത്ത് ആസ് എ മാഗ്നറ്റ് ആണ് നമ്മൾ പറയുന്നത്. എർത്ത് ആസ് എ മാഗ്നറ്റ്. ഈ ഒരു ടോപ്പിക് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോളണേ നിങ്ങള്. അപ്പൊ അവിടെ എർത്ത് ആസ് എ മാഗ്നറ്റ്, അതായത് ഭൂമി ഒരു കാന്തമായിട്ട് ആക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ഒരു കാന്തം നമ്മൾ റെസ്റ്റിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാന്തത്തിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ നിൽക്കും? മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കാന്തസൂചി അല്ലെങ്കിൽ കാന്തം നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാണിത്. അതായത് നമ്മുടെ ഭൂമി തന്നെ ഒരു കാന്തമാണ്, അല്ലെങ്കിൽ ഭൂമിക്ക് ചുറ്റും ഒരു കാന്തിക മണ്ഡലം ഉണ്ട്. കാന്തത്തിന്റെ ശക്തിയുള്ള ആ അത്രയും ഏരിയ എന്ന് വിളിക്കുന്ന പേരാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പം കാന്തം പോലെ ആക്ട് ചെയ്യുന്ന ഒരു ആളാണ് ആര്? ഭൂമിയും. അതെങ്ങനെയാന്ന് വെച്ചാല്, അതെങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞാല് ഭൂമിയുടെ സവിശേഷതയാണെന്ന്, ഒരു സവിശേഷതയാണെന്ന് നമുക്ക് ഇപ്പൊ പറയാം. പിന്നീട് നമ്മൾ തിയറി ആയിട്ട് പറയുമ്പോൾ ഭൂമിക്ക് ഉള്ളില് മെറ്റൽ ഫ്ലൂയിഡുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ ക്ലാസ്സുകളിൽ നമ്മളൊരു തിയറി ആയിട്ട് പറയും. അപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. എന്താണ്? ഭൂമിക്കും എന്ത് ശക്തിയുണ്ട്? ഒരു കാന്ത ശക്തിയുണ്ട്. അതായത് ഭൂമി ഒരു കാന്തം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഭൂമിക്കും എന്തുണ്ട്? ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. അപ്പോഴത് ശ്രദ്ധിക്കണം. കാന്തത്തിനകത്ത് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ട്. ഇത് നമ്മൾ സാധാ പറയുന്ന നോർത്തിനും സൗത്തിനും നേരെ വിപരീതമാണ്. അതായത് മോളിലാണ് നമ്മൾ സാധാരണ ജോഗ്രഫിക് നോർത്ത് പറയുന്നത്. അതുപോലെ സാധാരണ താഴെയാണ് നമ്മൾ ജോഗ്രഫിക് സൗത്ത് പറയുന്നത്. മുകളിൽ ജോഗ്രഫിക് നോർത്തും താഴെ ജോഗ്രഫിക് സൗത്തും ആണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് സൗത്ത് നേരെ തിരിച്ചാണ്. ഈ ജോഗ്രഫിക് നോർത്ത് ഉള്ളടുത്ത് മാഗ്നറ്റിന്റെ എന്താണ്? എർത്ത് എന്ന മാഗ്നറ്റിന്റെ സൗത്തും നമ്മൾ സാധാ സൗത്ത് എന്ന് പറയുന്നിടത്ത് എർത്ത് എന്ന് പറഞ്ഞ മാഗ്നറ്റിന്റെ നോർത്തുമാണ് വന്നേക്കുന്നത്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വരുന്നോണ്ടാണ് ആക്ച്വലി നമ്മൾ സാധാ ഒരു കാന്തം ഇടുമ്പോൾ അത് ഓപ്പോസിറ്റ് പോൾസിലോട്ട് അട്രാക്ട് ചെയ്യും, ഇല്ലേ? നോക്ക്, ഇതാണ് നമ്മൾ സാധാ വിളിക്കുന്ന നോർത്ത്. പക്ഷെ അവിടെ കാന്തത്തിന്റെ എന്താണ്? സൗത്ത് ആണ്, അല്ലേ? അപ്പൊ നമ്മൾ ഭൂമിയിൽ ഒരു കാന്തം വെച്ച് കഴിഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിലോട്ടേ നിൽക്കൂ? അതിന്റെ നോർത്ത് പോള് സൗത്തിനെ അട്രാക്ട് ചെയ്യുന്നതും സൗത്ത് പോള് നോർത്തിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഭൂമിയിൽ നമ്മൾ ഏത് കാന്തം വെച്ചാലും നോർത്ത് സൗത്ത് ഡയറക്ഷനിലോട്ട് നിൽക്കുന്നത്. കാരണം ഭൂമി എന്ന കാന്തത്തിന്റെ പോളുകൾ തിരിഞ്ഞാണ്, കാന്തത്തിന്റെ പോൾസ് തിരിച്ചാണ്. അതായത് ഭൂമി എന്ന കാന്തത്തിന്റെ നോർത്ത് പോള് താഴെയും സൗത്ത് പോള് മുകളിലുമാണ്. സോ നമ്മൾ ഏതൊരു കാന്തം എടുത്താലും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പോൾസിലോട്ടേ അട്രാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ആ ഒരു രീതിയിൽ മനസ്സിലാക്കുക. അപ്പൊ സാധാരണ നമ്മള് ജോഗ്രഫിക് നോർത്ത് അല്ല ആരുടെ നോർത്ത്? നമ്മുടെ എർത്ത് മാഗ്നറ്റിന്റെ നോർത്ത്. അപ്പം ജോഗ്രഫിക്കായിട്ട് നമ്മൾ പറയുന്ന നോർത്ത് പോള് അഥവാ വടക്ക് ഉത്തര ധ്രുവം എന്ന് പറയുന്നത് ഭൂമി എന്ന കാന്തത്തിന്റെ ദക്ഷിണ ധ്രുവവും സാധാരണ നമ്മൾ വിളിക്കുന്ന ജോഗ്രഫിക് സൗത്ത് എന്ന് പറയുന്നത് ഭൂമി എന്ന കാന്തത്തിന്റെ ഉത്തര ധ്രുവവുമാണ്. അതായത് നമ്മൾ സാധാ പറയുന്ന നോർത്ത് സൗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. സാധാ നമ്മൾ പറയുന്ന ജോഗ്രഫിക് നോർത്ത് ജോഗ്രഫിക് സൗത്ത് മാപ്പിൽ പറയുന്ന NMSന്റെയും നേരെ ഓപ്പോസിറ്റ് ആണ് ഭൂമി എന്ന് പറഞ്ഞ കാന്തത്തിന്റെ NMSഉം. അതായത് നോർത്ത് പോളും സൗത്ത് പോളും. അപ്പൊ ഇവിടെ
ഇവിടെ തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ നോർത്ത് പോൾ താഴെ വരും, ഇത് സൗത്ത് പോൾ മുകളിൽ വരും. ഇത് മാഗ്നറ്റിന്റെയാണ്. ഓക്കെ, തിരിഞ്ഞു പോകരുത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മാഗ്നറ്റൈസേഷൻ ആണ്. മാഗ്നറ്റൈസേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമ്മൾ എർത്ത് ആസ് എ മാഗ്നറ്റ് അത്രയേ ഉള്ളൂ. ആ ഫിഗർ നോക്കുക. ഫിഗർ നിങ്ങൾ നോട്ടിലോട്ടൊന്ന് കോപ്പി ചെയ്യുക. ഭൂമിയുടെ അകത്തുള്ള കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഒരു സ്ഫിയർ ആയിട്ട് വരച്ചാൽ മതി. ഓക്കെ, അടുത്ത മാഗ്നറ്റൈസേഷൻ ആണ്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ കാന്തവൽക്കരണം എന്നാണ്. കാന്തവൽക്കരണം, അതായത് എങ്ങനെ ഒരു മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, മേക്ക് ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. ഇതിപ്പോ ഒരു ഹാൻഡ്സാം ബ്ലേഡ് ഉപയോഗിച്ചാണ് കാണിച്ചിരിക്കുന്നത്. ആ ഫിഗർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മളൊരു ഹാൻഡ്സാം ബ്ലേഡ് എടുത്തിട്ട് എന്ത് ചെയ്തു, എ ബി എന്ന് പറഞ്ഞ 2 എൻഡ് ഉണ്ട്. അതിലൊരു എൻഡില് നമ്മൾ എന്താ ഈ കാന്തത്തിന്റെ നോർത്ത് പോള് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉരസുകയാണ്, റബ്ബ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ കുറെ നേരം റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗം അതിന്റെ നോർത്ത് പോളായിട്ട് മാറും. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്തായിട്ട് മാറും? ഓപ്പോസിറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് സൗത്ത് ആവും. അപ്പൊ ഇപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കാന്തത്തിന് ഒരിക്കലും ഒരു ഒറ്റ പോളായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒരു നോർത്ത് പോൾ എടുത്ത് ഉണ്ടായെങ്കിൽ അപ്പുറത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും? സൗത്ത് പോൾ ഉണ്ടാവും. ഒരിക്കലും നോർത്ത് എന്നോ സൗത്ത് എന്നോ പറഞ്ഞൊരു കാന്തം ഇല്ല. ഓപ്പോസിറ്റ് പോൾസ് ആയിട്ടുള്ള ആ ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? മാഗ്നറ്റിനെ പറയാൻ പറ്റും. സോ ഫൈൻ. അപ്പൊ നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ, റബ്ബ് ചെയ്തപ്പോ ഒരു എന്തായി? നോർത്തായി. മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? സൗത്ത് ആവും. അപ്പൊ ഈ നോർത്ത് സൗത്ത് അതിനൊന്ന് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യുമ്പോൾ ഇവിടെ വെച്ച് കട്ടാവുകയാണ്. അപ്പൊ ഈ ഇവിടെ നോർത്ത് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൗത്ത് ആണ്. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെ എന്ത് വരും? നോർത്ത് വരും. സോ നമ്മൾ എത്ര കട്ട് ചെയ്താലും ഇതേപോലുള്ള നോർത്ത് സൗത്ത് ആയിട്ടുള്ള എന്തായിട്ടേ കിട്ടും? മാഗ്നറ്റ് ആയിട്ടേ കിട്ടും. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡുകൾ നോക്കുക, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളുകളായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടോ ഇവിടെ സൗത്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് കട്ട് ചെയ്ത് സൗത്ത് ഇവിടെ ഉണ്ടോ, ഇവിടെ അതിന്റെ ഇടയ്ക്ക് വെച്ചാണ് കട്ട് ചെയ്തത്. ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഇവിടെ വെച്ച് കട്ട് ചെയ്തു. അവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നോർത്ത് ആണ്, അതുകൊണ്ട് ഇപ്പുറത്തെ എസ് വന്നു. ഇപ്പുറത്തെ എസ് ആണ്, അതുകൊണ്ട് ഇവിടെ നോർത്ത് വന്നു. അതുപോലെ ഇവിടെയും കട്ട് ചെയ്തു. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ സൗത്ത്, അതുകൊണ്ട് അപ്പുറത്തെ നോർത്ത്. ഇവിടെ നോർത്ത് ആണ്, സോ ഇപ്പുറത്ത് സൗത്ത്. ഇങ്ങനെയാണ് അതിന്റെ പോൾസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇപ്പൊ എത്ര കാന്തമായി? 2, 3, 4 കാന്തമായി. 4 കാന്തങ്ങളായിട്ട് മാറി. അപ്പൊ ഇത് നമ്മൾ ആദ്യം എടുത്ത ആക്സാമ്പിളിന് കാന്തിക ശക്തിയൊന്നും ഇല്ലായിരുന്നു, മാഗ്നറ്റിസം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ നമ്മൾ മാഗ്നറ്റ് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് അതിനെ എന്താക്കി മാറ്റി? ഒരു മാഗ്നറ്റിന്റെ പോലെ ആക്കി. പക്ഷെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ എടുത്ത മാഗ്നറ്റിന്റെ അത്രയും ശക്തി ഇതിന് കാണോ? ഇല്ല. മാത്രമല്ല ആ കാന്തത്തിന് ഒരുപാട് നാള് എന്ത് ചെയ്യത്തില്ല, കാന്തശക്തി നിക്കത്തുമില്ല. പെട്ടെന്ന് കാന്തശക്തി നശിച്ചു പോകും. അങ്ങനെയുള്ള മാഗ്നറ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റ് ഒന്നും ഒരു കാന്തം ഉപയോഗിച്ച് വേറൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ, ഇതെല്ലാം മെറ്റീരിയലിൽ ഇങ്ങനെ ഉരസി കഴിഞ്ഞാൽ വരോ? ഇല്ല. മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ മാത്രമേ എന്ത് ചെയ്യാവൂ? ഇങ്ങനെ ഉരസിയാൽ അതെന്താവും? മാഗ്നറ്റ് ആയിട്ട് മാറത്തുള്ളൂ. അതായത് കാന്തം ആകർഷിക്കുന്ന ചില മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇരുമ്പ് പോലുള്ള മെറ്റീരിയൽസ്, സ്റ്റീൽ പോലുള്ള മെറ്റീരിയൽസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ ഉരസി അതിനെ കാന്തമായിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് മാഗ്നറ്റൈസേഷൻ അഥവാ കാന്തവൽക്കരണം. കാന്തത്തിന് ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്? റബ്ബ് ചെയ്താണ്. നമ്മൾ ഒരു പോളെടുത്ത് ഒരു സ്ഥലത്ത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന്റെ ഒരു എൻഡിൽ നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ, ഉരസി കഴിഞ്ഞാൽ ആ എൻഡ് അതേ പോളായിട്ട് മാറും. ഓപ്പോസിറ്റ് എൻഡ് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോളായിട്ട് മാറും. ഓക്കെ, അത്രയേ ഉള്ളൂ. ആ ബോക്സ് കിടക്കുന്ന കാര്യം നമ്മൾ നോട്ടിലോട്ട് എഴുതുക. അതാണ് മാഗ്നറ്റൈസേഷൻ. പിന്നെ ഈ ഫിഗർ വേണമെങ്കിൽ വരയ്ക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചാലും മതി. ഓക്കെ, ഇതാണ് ആ ഒരു പാർട്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ പാഠത്തിലോട്ട് ഇനി കടക്കുന്നേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ സീരിയസ് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത് നമ്മൾ എർത്ത് ആസ് എ മാഗ്നറ്റ് മാത്രമേ ആയുള്ളൂ. ഇനി അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഓക്കെ, ഇതാണ് സീരിയസ് ആയിട്ട് നമ്മൾ പാഠത്തിലോട്ട് കടക്കുന്നത്. അടുത്തതായിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ശ്രദ്ധിക്കുക. ഒരു മാഗ്നറ്റ് നമ്മൾ ഇതായിട്ട് കാണിച്ചിരിക്കുന്ന നോർത്ത് സൗത്ത് ഡയറക്ഷൻ ആണ് അതിന്റെ മാഗ്നറ്റിന്റെ ഇങ്ങനെ കുറെ വരകളൊക്കെ നമുക്ക് കോമ്പസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നമ്മളൊരു ഇതിപ്പോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നമ്മൾ വയ്ക്കേണ്ട ഒരു കാന്തം എടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അതിൽ ചുറ്റും ഒരു ഇരുമ്പ് പൊടിയൊക്കെ വെതറി ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ ഇതേപോലുള്ള കുറെ ലൈൻസ് പോലെ അത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും.
അത് ആ മാഗ്നറ്റിക് ഫീൽഡ് അഥവാ മാഗ്നറ്റിന്റെ ആ ഒരു ശക്തിയായ ഒരു ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ചെരിച്ച് വരയ്ക്കുമ്പോൾ കിട്ടുന്ന ലൈൻസ് ആണ് ഇതൊക്കെ. ഇതൊക്കെ ഇമാജിനറി ലൈൻസ് ആണ്. അപ്പൊ എന്തിനാ കാണിക്കുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു സ്ട്രെങ്ത് ആണ്, ഈ ഒരു മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ആണ്, ശക്തിയാണ് കാണിക്കുന്നത്. ഈ ലൈൻസിന്റെ എണ്ണം കൂടുതലുള്ളിടത്ത് കാന്തശക്തി കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്. മാഗ്നറ്റിക് ഫീൽഡ് ജസ്റ്റ് ഒന്നുമില്ല, ആ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത്, ശക്തി ഏതൊക്കെ ഏരിയ വരെ ഉണ്ടോ. ഇപ്പൊ ഈ കാന്ത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിന്റെ അടുത്തൊക്കെ നമുക്കറിയാം അതിന്റെ ആ ശക്തി കാണും. പക്ഷെ കുറെ ദൂരം കഴിയുമ്പോൾ, കുറച്ച് ദൂരമൊക്കെ കഴിയുമ്പോൾ, ചെറിയ കാന്തമൊക്കെ ആണെങ്കിൽ 1 മീറ്ററിന്റെ ഒക്കെ അപ്പുറത്ത് നമ്മൾ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യോ? ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ ആ കാന്തശക്തി ഇല്ലെന്നാണ്. ഓക്കെ, അപ്പൊ ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ കാന്തത്തിന് ചുറ്റും എത്ര ഏരിയയില് ഈ മാഗ്നറ്റിന് എഫക്ട് ചെയ്യാൻ പറ്റും, അതിന് ശക്തി പ്രയോഗിക്കാൻ പറ്റും, അത്രയും ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡെഫിനിഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്ത് ഡെഫിനിഷൻ പറയത്തില്ലല്ലോ. ഓക്കെ, ഇതാണ് കിടക്കുന്നത്. അപ്പൊ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് എഴുതിയതായിട്ട് എഴുതണം. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എക്സ്പീരിയൻസ് ഇൻ ഓൾ ഡയമെൻഷൻ അറൗണ്ട് എ മാഗ്നറ്റ്. ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ ദിശയിലും, എല്ലാ മേഖലയിലും എന്ത് മാഗ്നറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ചെയ്യും, അനുഭവപ്പെടും. ദ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് വെയർ ദ ഇൻഫ്ലുവൻസ് ഈസ് ഫെൽറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ ഇൻഫ്ലുവൻസ്, മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് അനുഭവപ്പെടുന്ന സ്ഥലത്തിന്, റീജിയൻ, അത്രയും ഭാഗത്തെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ സ്ട്രെങ്ത് ഉള്ള മാഗ്നറ്റ് എന്നാണ്, വളരെ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റ് ആണ് ഫീൽഡ് കൂടുതലാണെങ്കിൽ. ഓക്കെ, അപ്പൊ ആ ഫീൽഡിനെ സൂചിപ്പിക്കുന്ന ലൈൻസ് ആണ് കണ്ടത് നേരത്തെ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വരച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ലൈൻസ് ആ ഫീൽഡിനെ സൂചിപ്പിക്കുന്ന ലൈൻസ് ആണ്. ഇതിനാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് വിളിക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പൊ ഈ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എവിടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർത്തിൽ നിന്ന് ഒരു കാന്തം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നോർത്തിൽ നിന്നും സൗത്തിലോട്ടായിരിക്കും. ഓക്കെ, നോർത്തിൽ നിന്നും സൗത്തിലോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഓക്കെ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയമെൻഷൻ ഓഫ് എ മാഗ്നറ്റ്. അതൊരു പോയിന്റ് ആണ്. ഈ ലൈൻസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എവിടെ കാണും? എക്സ്പീരിയൻസ്ഡ് ഇൻ ഓൾ ഡയമെൻഷൻ ഓഫ് എ മാഗ്നറ്റ്. അതിന്റെ എല്ലാ ഭാഗത്തും എന്തനുഭവപ്പെടും? ഇതേപോലത്തുള്ള ലൈൻസ് ഇതാ ഇവിടെ നിന്ന്, നോർത്തിൽ നിന്ന് എങ്ങോട്ടാണ്? സൗത്തിലോട്ടാണ് ഈ ലൈൻസ് വരുന്നത്. അപ്പൊ ഡയറക്ഷൻ ശ്രദ്ധിക്കുക, നോർത്ത് ടു സൗത്ത് ആണ്. നമ്മൾ ആരോ ഇതാ ഇങ്ങനെ ഇടും, നോർത്ത് ടു സൗത്ത്. ഓക്കെ, നോർത്ത് ടു സൗത്ത്. അപ്പൊ എപ്പോഴും മാഗ്നറ്റിൽ ഏറ്റവും കൂടുതൽ ലൈൻസ് കാണുന്ന എവിടെയാന്ന് ചോദിച്ചാൽ അതിന്റെ പോൾസിലായിരിക്കും. പോൾ എന്ന് പറഞ്ഞാൽ ധ്രുവങ്ങളിൽ. ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലായിരിക്കും ഈ ലൈൻസ് കൂടുതൽ. കാരണം എന്താണ്? ഒരു മാഗ്നറ്റിനെ സംബന്ധിച്ച് അതിന്റെ പോൾസിലാണ് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂടുതൽ, കാന്തശക്തി കൂടുതൽ അതിന്റെ പോൾസിലാണ്. നമ്മളിപ്പോ ഒരു ഇരുമ്പ് പൊടിയിൽ ഒരു കാന്തം ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ പൊടി പറ്റി പിടിക്കുന്നത് എവിടെയായിരിക്കും? ബാർ കാന്തത്തിന്റെ ഈ രണ്ടറ്റത്തായിരിക്കും, നോർത്തിലും സൗത്തിലും ആയിരിക്കും. കാരണം അവിടെ സ്ട്രെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പൊ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ലെന്ന് മനസ്സിലായില്ലേ ലൈൻസിന്റെ എണ്ണം. അപ്പൊ ഈ ലൈൻസിന്റെ എണ്ണം പറയുന്ന ഒരു ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതാണ്. അപ്പൊ അതെന്താണെന്ന് നോക്കാം. യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന, കടന്നു പോകുന്ന നോർമലായിട്ട് ഏരിയ, നോർമൽ യൂണിറ്റ് നോക്കൂ. The number of magnetic lines of force passing normal to unit area. അപ്പം യൂണിറ്റ് ഏരിയയിലൂടെ കൂടി നോർമൽ ആയിട്ട്, നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ സാധാരണ എന്നല്ല, 90 ഡിഗ്രിയാണ് നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇപ്പൊ 90 ഡിഗ്രി ആയിട്ട്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് കടന്നു പോകുന്ന യൂണിറ്റ് ഏരിയ. യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന 1 മീറ്റർ സ്ക്വയർ 1 സെന്റിമീറ്റർ സ്ക്വയറിനെയാണ്. അപ്പൊ അത്ര ഏരിയയിലൂടെ കടന്നു പോകുന്ന മാഗ്നറ്റിക് ലൈൻസിന്റെ എണ്ണമാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? ദ നമ്പർ ഓഫ് ആണ്, നമ്പർ ആണ്. എന്തിന്റെ എണ്ണമാണ്? മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ എണ്ണം പാസിംഗ് നോർമൽ ടു യൂണിറ്റ് ഏരിയ ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ലൈൻസിന്റെ എണ്ണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തോന്ന്, രണ്ട് മാഗ്നറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാഗ്നറ്റില്ല, ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ പോൾസിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലും ബാക്കിയുള്ള ഭാഗത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി കുറവുമായിരിക്കും.
ഓക്കെ, അതാണ് അടുത്ത പോയിന്റ്. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ഓഫ് എ മാഗ്നറ്റ്. അപ്പൊ ഇതൊക്കെ നോട്ടിൽ വരണം. എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, എന്താണ് പോൾസിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ പ്രത്യേകത എന്നൊക്കെ നമ്മൾ നോട്ട്സിൽ എഴുതണം. ഇനി ഈ ഫിഗറും വേണം. ഈ ഒരു ഫിഗർ കാണാം, ഈ രണ്ട് ഫിഗറുകൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മാഗ്നറ്റുകൾ എടുത്ത് നമ്മൾ അടുത്ത് വയ്ക്കുമ്പോൾ ഉള്ള പ്രത്യേകതകളാണ്. ഒന്നെങ്കിൽ ഒരു സെയിം പോൾ ആവാം, നോർത്ത് അല്ല, ഇവിടെ സൗത്ത് വന്നാലും ഇത് തന്നെ പെടാം. ഇപ്പൊ നോർത്ത് വന്നാലും ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യത്തില്ല, ഇങ്ങനെ വന്നിട്ട് പാരലായിട്ട് പോവേ ഉള്ളൂ. കണ്ട, ഇവിടെ ഒരു ഗ്യാപ്പ് കാണും, ഇങ്ങനെ വന്നിട്ട് മുകളിലോട്ട് പോവേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് താഴോട്ട് പോവേ ഉള്ളൂ, തമ്മിൽ അട്രാക്ട് ചെയ്യത്തില്ല. പക്ഷെ അട്രാക്ട് ചെയ്യുന്ന ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിലോ ഇത് റിപ്പൽ ചെയ്യുന്ന പടമാണേ. എങ്ങനെ ലൈൻസ് ഓഫ് ഫോഴ്സ് വരയ്ക്കും? ഒരെണ്ണത്തിന്റെ നോർത്തുനിന്ന് അടുത്തതിന്റെ സൗത്തിലോട്ട് വേണം വരയ്ക്കുക. ഇതിപ്പോ തിരിച്ചിരുന്നെങ്കിൽ ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് വരുന്നെങ്കിലോ തിരിച്ച് ആരോ ഇട്ട് വരച്ചേനെ. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എപ്പോഴും ഡയറക്ഷൻ, തിരിഞ്ഞു പോകരുത്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എപ്പോഴും ഡയറക്ഷൻ എടുക്കാനുള്ളത്. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ കുറെ പോയിന്റുകളാണ്, അതിന്റെ പ്രത്യേകതകൾ. അപ്പൊ അത് നമ്മൾ നോട്ടിലോട്ട് എഴുതുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രത്യേകതകൾ, കാന്തിക ബലരേഖകളുടെ പ്രത്യേകതകൾ. മലയാളം എടുത്ത് പറയാം, കാന്തിക ബലരേഖകളെന്നാണ് മലയാളം. ഓക്കെ, കാന്തിക ബലരേഖകളാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പൊ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രത്യേകതകൾ, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത പറയുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡു നോട്ട് ഇന്റർസെക്ട് വൺ അനദർ. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യത്തില്ല? കാന്തിക ബലരേഖകൾ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല പരസ്പരം. ഇന്റർസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പരസ്പരം മുറിച്ച് കിടക്കത്തില്ല. ഇവിടെ എല്ലാം നമുക്ക് എല്ലാ ലൈൻസും അതിൻ്റെതായ വഴി കൂടിയാണ് പോകുന്നത്, ഒരിക്കലും പരസ്പരം മുറിച്ച് കയറി പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. കാന്തിക ബലരേഖകൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കട്ട് ചെയ്ത് കയറി പോകത്തില്ല, ഇന്റർസെക്ട് ചെയ്യത്തില്ല. Magnetic lines of force bend sideways when like poles of magnets come near to each other. Like pole എന്ന് പറഞ്ഞാൽ എന്താണ്? സജാതീയ ധ്രുവങ്ങൾ. സജാതീയ എന്ന് പറഞ്ഞാൽ ഒരേ ജാതിയിലുള്ള ധ്രുവങ്ങൾ. അതായത് നോർത്തും ആണെങ്കിൽ എന്ത് ചെയ്യും? ലൈക്ക് പോൾസ് ആണ്. അവ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യോ? ഇല്ല, റിപ്പൽ ചെയ്യും. അപ്പൊ റിപ്പൽ ചെയ്യുന്നത് ഇങ്ങനെയാണ് കാണിക്കുന്നത്. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയാണ്? ബെൻഡ് സൈഡ് വേസ്, എന്ത് ചെയ്തു പോവും? വളഞ്ഞു പോവും, സൈഡിലോട്ട് വളഞ്ഞു ബെൻഡ് ചെയ്ത് പോവും. പക്ഷെ അൺലൈക്ക് ആണെങ്കിലോ അവ തമ്മിൽ കം ക്ലോസ് ടു ഈച്ച് അതർ, അവ തമ്മിൽ പരസ്പരം ക്ലോസ് ആയി വരും, അടുത്ത് വരും. ഒരെണ്ണത്തിന്റെ എവിടെ നിന്ന് എങ്ങാട്ടാണ്? ഒരെണ്ണത്തിന്റെ നോർത്തിൽ നിന്നും അടുത്തതിന്റെ സൗത്തിലേക്കായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. അപ്പൊ അത്രയും കാര്യങ്ങളാണ്. ആ 3 പോയിന്റ് ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ സവിശേഷതകളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മേക്ക് എ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊബാൾട്ട്, നിക്കല്, അയൺ, അല്ലെ, അത് സ്റ്റീൽ, അതൊക്കെ എന്താണ്? മാഗ്നറ്റിന്റെ അട്രാക്ട് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അതിനെ നമ്മൾ മാഗ്നറ്റിക് മെറ്റീരിയൽസ് എന്ന് പറയാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. അപ്പൊ അതൊക്കെയാണ് എന്റെ നോട്ടിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. കൊബാൾട്ട്, നിക്കൽ, അയൺ, സ്റ്റീൽ എന്നൊക്കെ ഉള്ളത് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ഈ സവിശേഷതയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ടിലോട്ട് മാറ്റുക. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അറിഞ്ഞിരിക്കണം. അടുത്തായിട്ട് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് പറയാനുള്ളത്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് സാധാരണ ഒരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്? നമുക്ക് ഒരു കാന്തം എടുത്ത് വെച്ചിട്ട് അതിലൊരു ആണി നമ്മൾ അട്രാക്ട് ചെയ്ത് വെച്ചേക്കാണ്, കണ്ടോ? പിന്നെ നമ്മൾ ഡയറക്റ്റ് ആ ഒരു കാന്തത്തിൽ കൊണ്ട് വെച്ചില്ലെങ്കിൽ കൂടി ആ ആണിയോട് നമ്മൾ വേറൊരു ആണി കൊണ്ട് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് അട്രാക്ട് ചെയ്യപ്പെടും. ഇതേ ആണിയിൽ വേറൊരു ആണി വെച്ച് കഴിഞ്ഞാൽ അതും അട്രാക്ട് ചെയ്യപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു പ്രതിഭാസം നമ്മൾ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്ന് വെച്ചാൽ the phenomenon of a magnetic substance acquiring magnetism due to the presence of a magnet is magnetic induction. അതായത് ഒരു സബ്സ്റ്റൻസിന് എന്ത് കിട്ടി? മാഗ്നറ്റിസം കിട്ടി. മാഗ്നറ്റിസം അതായത് കാന്തശക്തി കിട്ടി. ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിരിക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റീരിയൽ പോലുള്ള കൊബാൾട്ടോ അങ്ങനെയൊക്കെ ഉള്ള അയണോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മെറ്റീരിയൽ, ഒരു ഇരുമ്പാണി നമ്മൾ എടുക്കുകയാണ്, വച്ചിരുമ്പാണി എടുത്തു. ആ ആണിക്ക് എന്ത് കിട്ടി? മാഗ്നറ്റിസം കിട്ടി. എങ്ങനെയാണ് ആ മാഗ്നറ്റിസം കിട്ടിയത്? നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മാഗ്നറ്റ് കൊണ്ട് റബ്ബ് ചെയ്ത ഒരെണ്ണത്തിനെ മാഗ്നറ്റ് ആക്കാന്ന് പറഞ്ഞു. ഒരു മാഗ്നറ്റ് കൊണ്ട് ഉരസി കഴിഞ്ഞാൽ
ഒരു മാഗ്നറ്റ് ആയിട്ട് മാറ്റാന്ന് പറഞ്ഞു. ഇത് അങ്ങനെയല്ല, ഒരു മറ്റൊരു മാഗ്നറ്റിന്റെ പ്രസൻസിലാണ്. നോക്ക്, ഇവിടെ ഒരു ആണി ഞാൻ എടുത്തു, അത് വേറൊരു മാഗ്നറ്റ് അടുത്തിരിക്കുന്നു. അങ്ങനെ അതിന്റെ പ്രസൻസിൽ വെച്ചിട്ട് ഇതും എന്തായിട്ട് മാറും, ഈ ഒരു ആണി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതായത് സാധാരണ ഒരു മാഗ്നറ്റിനുള്ള സവിശേഷതകളൊക്കെ ആർക്കും വരും, ഇവനും വരും. അതുകൊണ്ടാണ് ഇവന് ബാക്കിയുള്ള ആണിനെ എന്ത് ചെയ്യാൻ പറ്റുന്ന, അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന. ഇവന് ഈ ഒരു ആണിയെ അട്രാക്ട് ചെയ്യാം, ഈ ആണിക്ക് വേറൊരു ആണിയെ അട്രാക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് പോവാം. കാരണം ഇതിന്റെ പ്രസൻസിലാണ്. ഈ ഒരു കാന്തം മാറ്റി കഴിഞ്ഞാലോ ഇത് സാധാ ഒരു ആണിയായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇത് ടെമ്പററി ഒരു എഫക്റ്റ് ആണ്, ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പൊ അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ദ ഫിനോമിന ഓഫ് എ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്, സാധാരണ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിൽ ഉണ്ടാവുന്ന ഫിനോമിനാണ്. എങ്ങനെയാണ്? അക്വയറിംഗ് മാഗ്നറ്റിസം. അതെന്ത് ചെയ്യും? കാന്തശക്തി അക്വയർ ചെയ്യും, നേടിയെടുക്കും. ഡ്യൂ ടു എങ്ങനെ? ദ പ്രസൻസ് ഓഫ് എ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റിന്റെ പ്രസൻസിൽ. എങ്ങനെയാണ് അതിന്റെ മാഗ്നറ്റിസം കിട്ടുന്നത്? ഒരു മാഗ്നറ്റിന്റെ പ്രസൻസിൽ മറ്റൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് മാഗ്നറ്റിസം കിട്ടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ്, കിട്ടുന്ന ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് ഇതൊന്ന് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. The magnetic force acquired by the magnetic substance is induced magnetism. ഇങ്ങനെ കിട്ടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. ഇങ്ങനെ ഇപ്പൊ ഈ ആണിക്ക് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കിട്ടിയില്ലേ, അങ്ങനെ കിട്ടിയ ബലത്തിനെ വിളിക്കുന്ന പേരാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം. പ്രേരിത കാന്തിക ബലം നമുക്ക് പറയാം, കാന്തികത, പ്രേരിത കാന്തികത. ഓക്കെ, പിന്നെ നമുക്ക് കാന്തിക പ്രേരണം എന്ന് വിളിക്കാം. കാന്തിക പ്രേരണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ തമ്മിലാണ് കാന്തിക പ്രേരണം. ഒരു കാന്തം ഉപയോഗിച്ച് പ്രേരിപ്പിച്ച് മറ്റൊരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ, കാന്തിക വസ്തുവിനെ എന്താക്കി മാറ്റുന്നു? കാന്തമാക്കി മാറ്റുന്നു. ഇനി ശ്രദ്ധിക്കട്ടെ, ഇനി ഇവിടത്തെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ് പറയുന്നത്. നോക്കിയാണ്, ഇവിടെ ഇപ്പൊ സൗത്ത് നോർത്താണ് ഇവിടത്തെ അതിന്റെ പോൾസുകൾ വരുന്നത്. അപ്പൊ ഇത് നോർത്താണ്. അപ്പൊ ഈ ആണിയുടെ എൻഡ് എന്തായിരിക്കും? ഇത് ഒട്ടിരിക്കല്ലേ, ഇത് അട്രാക്ട് ചെയ്തിരിക്കല്ലേ. സോ ആണിയുടെ എൻഡിന്റെ അവിടെ നമുക്ക് എന്താന്ന് എഴുതാം? അവിടെ സൗത്ത് ആയിരിക്കും വരുന്നത്. അവിടെ സൗത്ത് ആയിരിക്കും വരുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ എൻഡിൽ എന്താ വരും? ആണിയുടെ ഈ എൻഡില് അവിടെ നോർത്ത് ആയിരിക്കും വരുന്നത്. അപ്പൊ അടുത്ത ആണിയുടെ ഹെഡിൽ എന്തായിരിക്കും വരുന്നത്? അതും അട്രാക്ട് ചെയ്തിരിക്കല്ലേ. അപ്പൊ അവിടെ സൗത്ത് ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പൊ അട്രാക്ട് ചെയ്യുന്നിടത്ത് രണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആയിരിക്കും ഓർത്തുന്നാ മതി. ഈ ആണി ഇവിടെ ഒട്ടിരിക്കല്ലേ, ഈ കാന്തത്തിന് അവിടെ ഏത് പോളാ? നോർത്ത് പോള്. സോ ആണിയുടെ തലയറ്റം അല്ലെങ്കിൽ ഹെഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഇനി അവിടെ സൗത്ത് ആയതുകൊണ്ട് ആണിയുടെ മറ്റേ മറുഅറ്റം എന്തായിരിക്കും? സൗത്ത്. ഒരു സ്ഥലത്ത് സൗത്ത് വന്നാൽ അപ്പുറത്ത് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഇനി ഇവിടെ ഉത്തരധ്രുവം നോർത്ത് വന്നു, അതുകൊണ്ട് മറ്റേ ആണിയുടെ തലപ്പത്ത് എന്തായിരിക്കും? സൗത്ത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? നോർത്ത്. വീണ്ടും ഇതിന്റെ അറ്റത്ത് എന്തായിരിക്കും? അറ്റത്ത് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹെഡാണ്. അവിടെ എന്തായിരിക്കും? സൗത്ത്. വീണ്ടും ഇവിടെ എൻഡില് നോർത്ത്. ഇങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പൊ ഈ വെച്ചിരിക്കുന്ന ആണിയൊക്കെല്ലാം ഒരേ ശക്തിയൊന്നും അല്ല, ആ ശക്തി കുറഞ്ഞു വരും കേട്ടോ. മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരും. അതായത് ഈ പുതിയതായിട്ടുണ്ടാവുന്ന ഇതിപ്പോ ഒരു മാഗ്നറ്റ് ആയി, ഇതൊരു മാഗ്നറ്റ് ആണ്, ഇതൊരു മാഗ്നറ്റ് ആണ് അല്ലെ. നോർത്ത് സൗത്ത് പോളുണ്ട്, അതിന് കാന്തിക ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ സ്ട്രെങ്ത് അങ്ങോട്ട് പോകുന്നതോറും എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. കാരണം ഇതിന്റെ പ്രേരണ കൊണ്ടാണ് ഇത് മാഗ്നറ്റ് ആയത്, ഇതിന്റെ പ്രേരണ കൊണ്ടാണ് ഇതായത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. സോ ഇതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയി വരും തോറും അതിന്റെ മാഗ്നറ്റിസം എന്ത് ചെയ്ത് വരും? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളെ എക്സർസൈസിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൂടെ നമുക്ക് നോക്കാം. ഇതില് പറഞ്ഞാലും മതി. ഈ ഒരു ഫിഗർ നോക്കിയാണ്, ഇവിടെ നോർത്താണ്. അപ്പൊ ഈ ആണിയുടെ മുകളറ്റം രണ്ടും ഏത് പോളായിരിക്കും? രണ്ടും ഒട്ടിയല്ലേ ഇരിക്കുന്ന. അപ്പൊ അതെന്തായിരിക്കും? സൗത്ത് ആയിരിക്കും അല്ലെ. ഇവിടെ രണ്ടിടത്തും അതിന്റെ പോള് സൗത്ത് ആയിരിക്കും. സോ അതിന്റെ എൻഡുകൾ എന്തായിരിക്കും? എൻഡുകള് നോർത്ത് പോളായിരിക്കും. ഇതും നോർത്തായിരിക്കും, ഇതും നോർത്തായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് രണ്ടും നോർത്തായിരിക്കും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നോർത്ത് ആകുമ്പോ അത് അട്രാക്ട് ചെയ്തിരിക്കോ? ഇല്ല, റിപ്പൽ ചെയ്തേയിരിക്കും. അതുകൊണ്ടാണ് ഈ ആണി രണ്ട് സൈഡിലോട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുമിച്ചിരുന്നാണ്.
ഇത് നമ്മുടെ എക്സസൈസിലെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാം. എക്സസൈസിൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇതേപോലെ. അപ്പൊ സ്ഥിരം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ഇപ്പൊ തന്നെ അങ്ങ് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിയാണ് ഇതാ ഈ ഒരു ഫിഗർ നോക്കിയേ. ഇതില് കറക്റ്റ് പിക്ചർ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഈ 3 പിക്ചറിൽ ഏതാണ് കറക്റ്റ് പിക്ചർ? ഇതിലും അങ്ങനെ തന്നെ. ഇതിൽ ഏതാണ് കറക്റ്റ് പിക്ചർ? ശ്രദ്ധിക്കട്ടെ, ഇവിടെ 2 കണ്ട് അട്രാക്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ 2 എന്തായിരിക്കും വരുന്നത്? നോർത്ത് അല്ലേ? അപ്പൊ ഇവിടെ 2 സൗത്ത് ആണ് വരേണ്ടത്. അപ്പൊ ഈ 2 എൻഡിലും എന്തായിരിക്കും വരേണ്ടത്? നോർത്ത് അല്ലേ വരേണ്ടത്? സോ നോർത്തോടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കോ? അട്രാക്ട് ചെയ്തിരിക്കോ? ഇല്ല. സോ ഏതാണ് ശരി? ഈ ഒരു 3rd ഫിഗർ ആണ് ശരി. കാരണം ഇവിടെ നോർത്ത് ആണെങ്കിൽ അവിടെ 2 അതിന്റെ തലപ്പത്ത് 2 സൗത്ത് ആണ്. ഈ 2 നോർത്ത് ആയിരിക്കും, ഇവിടെയും നോർത്ത് ആയിരിക്കും. സോ ആ നോർത്ത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് ചെയ്യത്തില്ല. അത് വിജാതീയ ധ്രുവങ്ങളാണ്, സജാതീയ ധ്രുവങ്ങളാണ്, ലൈക്ക് പോൾസ് ആണ്. അതുകൊണ്ട് അവ എപ്പോഴും എന്ത് ചെയ്യത്തില്ല? അട്രാക്ട് എപ്പോഴും നല്ല ഒരിക്കലും അട്രാക്ട് ചെയ്യത്തില്ല. അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഇവിടെ ആണെങ്കിലോ നോക്ക്, ഇവിടെ ഒരിടത്ത് നോർത്ത് ഒരിടത്ത് സൗത്ത്. സോ ഇവിടെ ആണിയുടെ തലപ്പത്ത് ഏതായിരിക്കും ഉണ്ടാവുന്നത്? സൗത്തും. ഇവിടെ ആണിയുടെ തലപ്പത്ത് നോർത്തും ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അതിന്റെ എൻഡിൽ ഏതൊക്കെ വരും? മുകളിൽ സൗത്ത് ഉണ്ടായതുകൊണ്ട് ആണിയുടെ അറ്റത്ത് നോർത്ത് ഉണ്ടാവും. ഇവിടെ മുകളിൽ നോർത്ത് ഉണ്ടായതുകൊണ്ട് ഇവിടെ സൗത്ത് ഉണ്ടാവും അല്ലേ? സോ അത് അവിടെ എന്താണ് സംഭവിക്കുന്നത്? അപ്പം എന്താണ് നോർത്ത് സൗത്ത് ഇങ്ങനെ ഇരിക്കോ? ഇങ്ങനെ നിൽക്കോ? നോർത്ത് സൗത്തും അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വന്നു കഴിഞ്ഞാൽ ഇവിടെ നോർത്തും ഇവിടെ സൗത്തും വന്നു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കോ? ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കോ? ഇല്ല. സോ അത് അട്രാക്ട് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് ഇതാണ് ശരിയായിട്ടുള്ള ഫിഗർ. ഇത് രണ്ടുകൂടെ എന്ത് ചെയ്യും? നോർത്ത് സൗത്തൂടെ അട്രാക്ട് ചെയ്തുകൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഈ 2 ഫിഗേഴ്സ് നോക്കി വെച്ചുകൊണ്ട് പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് അടുത്തതിന് പറയുന്നത്. അതിപ്പോ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആ ഫിഗർ നോക്കി മനസ്സിലാക്കിയിരുന്നാൽ മതി. അട്രാക്ട് ചെയ്തെടുത്ത് ഓപ്പോസിറ്റ് പോൾസും ദൂരെയുള്ള അടുത്ത് വേറെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോൾസും ആയിരിക്കും വരുന്നതെന്ന്. ഓക്കെ, അപ്പൊ ഇതൊന്നും ജസ്റ്റ് എഴുതിയിട്ടിരുന്നാൽ മതി. നമുക്ക് കാണാതെ പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. വെദർ അണ്ടർ contact or without contact, the polarity of the magnet produced by the induction will be like polarity at the farther end and unlike polarity at the nearer end. അപ്പൊ ദൂരെയുള്ള എൻഡിൽ എന്തായിരിക്കും? ലൈക്ക് പൊളാരിറ്റി ആയിരിക്കും. അടുത്തുള്ളതിൽ അൺലൈക്ക് പൊളാരിറ്റി ആയിരിക്കും. അതാണ് ഉദ്ദേശിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. അതുകൊണ്ടോ ഇതിന്റെ അടുത്ത് നിൽക്കണേൽ ഇതിന്റെ അൺലൈക്ക് പൊളാരിറ്റിയും അകന്ന് നിൽക്കണേൽ ഒരേ പൊളാരിറ്റി ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ, അതെല്ലാ കേസിലൊന്നും വരത്തില്ല. നമ്മൾ ഇതിപ്പോ ബാർ മാഗ്നറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഫിഗർ നോക്കി ആ ഒരു അട്രാക്ഷൻ വരുന്നിടത്ത് ഓപ്പോസിറ്റ് പോൾസ് കൊടുക്കുക. ഒരിടത്ത് ഒരു പോള് വന്നു കഴിഞ്ഞാൽ മറ്റേ എൻഡിൽ അതിന്റെ ഓപ്പോസിറ്റ് പോളും കൊടുക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ഇനി മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ. സോഫ്റ്റ് അയണിനും സ്റ്റീലിനും ഒരുപോലെയാണോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നാണ്. അപ്പൊ ആക്ച്വലി ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് 2-3 പ്രോപ്പർട്ടീസ് പഠിക്കാനാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. അതിന്റെ പേരാണ് സസെപ്റ്റബിലിറ്റി ആൻഡ് റിട്ടന്റിവിറ്റി. ഇതാണ് സസെപ്റ്റബിലിറ്റിയും റിട്ടന്റിവിറ്റിയും. അപ്പൊ അതൊന്ന് നോട്ടിലോട്ട്, ഇത് ബോക്സിനകത്താണെങ്കിൽ നിങ്ങൾ അത് നോട്ടിലോട്ട് ആയിക്കോളണം. ദ എബിലിറ്റി ഓഫ് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ടു ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് സസെപ്റ്റബിലിറ്റി. അപ്പൊ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്, ഒരു കാന്തിക വസ്തുവിന് എത്രത്തോളം കാന്തമായിട്ട് മാറാൻ കഴിയും എന്തിന്റെ ഇൻഫ്ലുവൻസില്? വേറൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ. അതായത് നമ്മളിപ്പോ ഒരു കാന്തം കൊണ്ട് വെക്കുമ്പോൾ 2 മെറ്റീരിയൽസ് ഉണ്ട്. ഒന്ന് ഇരുമ്പും ഒന്ന് സ്റ്റീലും ആണെന്ന് വെച്ചോ. ഒന്ന് സോഫ്റ്റ് അയൺ പച്ചിരുമ്പും ഒന്ന് സ്റ്റീലും. അപ്പൊ ഇതിൽ ഏതിനാണ് കൂടുതലും മാഗ്നറ്റ് ആയിട്ട് മാറാൻ പറ്റുന്നത്? അപ്പൊ ആ ഒരു കഴിവിനെയാണ് എല്ലാ വസ്തുക്കളും ഇത് ഒരുപോലെ ആയിരിക്കില്ല. നമ്മളിപ്പം ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നടത്തുന്നു, സോഫ്റ്റ് അയണും സ്റ്റീലും കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് മാഗ്നറ്റ് ഇതാ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, ഫിക്സ് ചെയ്യുന്ന വെച്ചാൽ കൊണ്ട് വെച്ചാൽ അത് അട്രാക്ട് ചെയ്തോളൂ. അപ്പൊ ഇതൊരു സ്റ്റീൽ ആണെന്ന് വെച്ചോ. ഇത് സ്റ്റീൽ ഉള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇത് കൊണ്ട് വെച്ചിട്ട് അപ്പൊ ഇതിനെന്ത് കിട്ടും? ഈ ഒരു മെറ്റീരിയലിന് എന്ത് കിട്ടും? കാന്തശക്തി കിട്ടും. കാരണം മാഗ്നറ്റിക്
ഇൻഡക്ഷൻ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാരണം അതിന് കാന്തശക്തി കിട്ടും. ഇതുകൊണ്ട് നമ്മളൊരു ഇരുമ്പ് പൊടിയിലോ എന്തെങ്കിലും ഇല്ലെങ്കിൽ കുറെ ഇരുമ്പ് ആണികൾ, കുറെ കുഞ്ഞു കുഞ്ഞു ആണികൾ വെച്ചിരിക്കുന്നു, അതിലോട്ട് കൊണ്ട് നമ്മൾ ഇത് വെക്കുകയാണ്. കാന്തമല്ല, കാന്തത്തിന്റെ എൻഡിലുള്ള ഈ ഒരു സ്റ്റീൽ എന്ന് പറയുന്നത് കൊണ്ട് വെക്കുകയാണ്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, ഒരുപാട് ആണികൾ അട്രാക്ട് ചെയ്യും. അതുപോലെ ഇരുമ്പിൽ കൊണ്ടുപോയി, ഇരുമ്പാണ് ഇവിടെ വെച്ചേക്കുന്നത് വെച്ചോ, സോഫ്റ്റ് അയൺ ആണ് വെച്ചേക്കുന്നത്, സ്റ്റീലല്ല സോഫ്റ്റ് അയൺ ആണ് വെച്ചോ, ഇതും ഇതുപോലെ കൊണ്ട് നമ്മൾ കുറെ കുഞ്ഞു ആണികളുടെ അല്ലെങ്കിൽ ഇരുമ്പ് പൊടിയിലൊക്കെ കൊണ്ട് വെക്കുകയാണ്. അപ്പൊ രണ്ടിലും അട്രാക്ട് ചെയ്യപ്പെടുന്ന ആ ഒരു അളവ് സെയിം ആയിരിക്കത്തില്ല. അതിന് കാരണം എന്താണ്? കാരണം ഈ ഒരു കാന്തത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഇത് കാന്തമായിട്ട് മാറുമല്ലോ. ആ കാന്തമായിട്ട് മാറുമ്പോൾ എത്രത്തോളം സ്ട്രെങ്ത് അല്ലെങ്കിൽ എത്രത്തോളം ശക്തി ഇതിൽ നിന്ന് കൈമാറപ്പെട്ടു എന്നുള്ള അളവ് വ്യത്യാസപ്പെടും. അത് ഏതിനനുസരിച്ചിരിക്കും? അത് ഈ വെച്ചേക്കുന്ന മാഗ്നറ്റിക് സബ്സ്റ്റൻസിനനുസരിച്ചിരിക്കും. അപ്പൊ സ്റ്റീലിനെ പോലെ ആയിരിക്കില്ല ആർക്ക്? സോഫ്റ്റ് അയൺ. അപ്പൊ അങ്ങനെ എത്രത്തോളം മാറാൻ കഴിവുണ്ട് ഏതിന്റെ സാന്നിധ്യത്തില്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സാന്നിധ്യത്തിൽ ഒരു സബ്സ്റ്റൻസിന്, മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് എത്രത്തോളം മാഗ്നറ്റൈസ്ഡ് ആവാൻ പറ്റും, എത്രത്തോളം കാന്തശക്തി എടുക്കാൻ പറ്റും, എത്രത്തോളം പൂർണ്ണമായിട്ട് ഒരു പെർഫെക്റ്റ് കാന്തമായിട്ട് മാറാൻ പറ്റും, അതുപോലെ തന്നെ ഒരു കാന്തമായിട്ട് മാറാൻ പറ്റും. ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് സസെപ്റ്റിബിലിറ്റി. അപ്പൊ സസെപ്റ്റിബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് നന്നായിട്ട് കാന്തമായിട്ട് മാറുന്ന വസ്തുവാണെന്നാണ്. ഓക്കെ, നമ്മളൊരു കാന്തം കൊണ്ടുവച്ചാൽ അതേപോലെ ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വസ്തുവായിരിക്കും ആ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് സസെപ്റ്റിബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ. ഇനി റിട്ടന്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഒരു സാധനം കാന്തമായിട്ട് മാറി, നമുക്കറിയാം കാന്തത്തിന്റെ പ്രസൻസിലാണ് ഇത് കാന്തമാവുന്നത്. കാന്തം എടുത്ത് മാറ്റിക്കഴിഞ്ഞാലോ ഇത് പഴയ പോലെ ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആയിട്ട് മാറേയുള്ളൂ. ഒരിക്കലും അതിന് കാന്ത ശക്തി പ്രകടിപ്പിക്കാൻ കഴിയത്തില്ല. റിട്ടന്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ കാന്തം മാറ്റിയ ഉടനെ ഇത് പഴയ പോലെ അവസ്ഥയിലാവുകയാണെങ്കിൽ അതിന് റിട്ടന്റിവിറ്റി കുറവാണ്. എന്നാൽ കുറച്ചു നേരം കൂടി കാന്തമായിട്ട് നിലനിൽക്കാൻ പറ്റും. നമ്മൾ കാന്തത്തിന്റെ പ്രസൻസ് മാറ്റിയാലും കുറച്ചു നേരം കൂടി കാന്തമായിട്ട് തന്നെ നിൽക്കാൻ പറ്റുമെങ്കിൽ അതിന് റിട്ടന്റിവിറ്റി കൂടുതലാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റിട്ടന്റിവിറ്റി ഈസ് ദ എബിലിറ്റി ടു റീറ്റെയിൻ മാഗ്നറ്റിസം ദസ് അക്വേർഡ്. നമുക്ക് ഈ ലഭിച്ച കാന്തിക ശക്തി നിലനിർത്താനുള്ള കഴിവിനെ വിളിക്കുന്ന പേരാണ് റിട്ടന്റിവിറ്റി. അപ്പൊ റിട്ടന്റിവിറ്റി കൂടുതലാണെങ്കിൽ കാന്തത്തിന് നമ്മളെടുത്ത് മാറ്റിയാലും കുറച്ചു നേരം കൂടി എന്ത് ചെയ്യും, ആ കാന്തശക്തി നിലനിൽക്കും. റിട്ടന്റിവിറ്റി കുറവാണെങ്കിൽ കാന്തം എടുത്ത് മാറ്റി കഴിഞ്ഞാലും കാന്തശക്തി എന്ത് ചെയ്യത്തില്ല, നിലനിൽക്കത്തില്ല. പെട്ടെന്ന് തന്നെ അങ്ങ് പഴയ പോലെ അവസ്ഥയിലാവും. ഓക്കെ, അപ്പൊ നമ്മൾ സോഫ്റ്റ് അയണിനും സ്റ്റീലിലും ഈ ഒരു കമ്പാരിസൺ കൊടുക്കുകയാണെങ്കിൽ ആർക്കാണ് റിട്ടന്റിവിറ്റി കൂടുതൽ, ആർക്കാണ് സസെപ്റ്റബിലിറ്റി കൂടുതൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇവിടെ കമ്പയർ ചെയ്യുന്നത്, ഈ ഒരു പോർഷനിൽ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സോഫ്റ്റ് അയണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എബിലിറ്റി ടു റിറ്റെയിൻ മാഗ്നറ്റിസം അക്വേർഡ് ഈസ് വെരി ലോ. അതായത് റിട്ടന്റിവിറ്റി വളരെ കുറവായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ആര്? സോഫ്റ്റ് അയൺ. പക്ഷെ സ്റ്റീലിനെ സംബന്ധിച്ച് റിട്ടന്റിവിറ്റി കൂടുതലാണ്. ഇനി സസെപ്റ്റബിലിറ്റി പറയുമ്പോഴോ സോഫ്റ്റ് അയണിന് സസെപ്റ്റബിലിറ്റി കൂടുതലും സ്റ്റീലിന് സസെപ്റ്റബിലിറ്റി എന്താണ്? കുറവും ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഇപ്പൊ ലോ കൊടുത്തേക്കുന്നത്, അവിടുത്തെ ഹൈ ആണ്. ഇവിടെ ലോ കൊടുത്തേക്കുന്നത്, ഇവിടെ ഹൈ ആണ്. അതായത് അങ്ങനെ പഠിക്കരുത്, അല്ലാതെ തന്നെ പഠിക്കണം. സോഫ്റ്റ് അയണിന് എന്ത് കൂടുതലാണ്? സസെപ്റ്റബിലിറ്റി കൂടുതലാണ്, പക്ഷെ റിട്ടന്റിവിറ്റി കുറവാണ്. ഇനി സ്റ്റീലിനാണെങ്കിലോ, സ്റ്റീലിന് ഇപ്പൊ ഈ ഒരു സസെപ്റ്റബിലിറ്റി റിട്ടന്റിവിറ്റിയും സോഫ്റ്റ് അയണിനും സ്റ്റീലിനും വ്യത്യാസമുണ്ട്. അതാണ് അടുത്ത ആ ടേബിളിൽ കാണിച്ചേക്കുന്നത്. ഇപ്പൊ സോഫ്റ്റ് അയണിന് റിട്ടന്റിവിറ്റി കുറവും സ്റ്റീലിന് റിട്ടന്റിവിറ്റി കൂടുതലുമാണ്. ഇനി തിരിച്ച് സോഫ്റ്റ് അയണിന് സസെപ്റ്റബിലിറ്റിയുടെ കാര്യം പറയുമ്പോഴോ അത് കൂടുതലും സ്റ്റീലിന് സസെപ്റ്റബിലിറ്റി കുറവാണെന്നാണ്. അപ്പൊ എന്താണ് ഈ റിട്ടന്റിവിറ്റി സസെപ്റ്റബിലിറ്റിയും? നമ്മൾ പറഞ്ഞു റിട്ടന്റിവിറ്റി എന്ന് പറഞ്ഞാൽ കിട്ടിയ മാഗ്നറ്റിസം നിലനിർത്താനുള്ള കഴിവും, സസെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രത്തോളം വേറൊരു മാഗ്നറ്റിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ, കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ എത്രത്തോളം അതിന് കാന്തമായിട്ട് മാറാൻ കഴിയും എന്നുള്ള ആ ഒരു കഴിവുമാണ് സസെപ്റ്റബിലിറ്റി. ഓക്കെ, അപ്പൊ ഈ അയണിന് റിട്ടന്റിവിറ്റി കുറവെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പീരിയന്റുമായിട്ട് കമ്പയർ ചെയ്ത് പറയുവാണെങ്കിൽ, നേരത്തെ പറഞ്ഞ എക്സ്പീരിയന്റില് നോക്കടേ, ഈ ഒരു സ്ഥലത്ത് നമ്മൾ അയൺ ആണ് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്? നമ്മളിപ്പോ ഇരുമ്പ് പൊടിയിൽ മുക്കുകയാണെന്ന് വെച്ചോ, ഇരുമ്പ് പൊടിയിൽ ഈ ഒരു സാധനം ഇതേ സിസ്റ്റത്തിൽ നമ്മൾ ഇരുമ്പ് പൊടി കൊണ്ട് മുക്കുവാണ്. അപ്പൊ അതിനകത്ത് കുറച്ച് പൊടിയെ എന്ത് ചെയ്യത്തുള്ളൂ, നിലനിൽക്കത്തുള്ളൂ. എന്തെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഈ കാന്തം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ. അതാണ് റിട്ടന്റിവിറ്റി ലോ എന്ന് പറഞ്ഞ അർത്ഥം. ഇനി സസെപ്റ്റബിലിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ കാന്തം നിൽക്കുന്ന സമയത്ത് കൂടുതൽ എന്ത് ചെയ്യും, ഈ ഇരുമ്പ് പൊടികൾ വന്ന് അട്രാക്ട് ചെയ്യപ്പെടും. അതാണ്
സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത. ഇനി നേരെ തിരിച്ച് സ്റ്റീൽ ആണെങ്കിലോ, സ്റ്റീലിലാകെ കുറച്ച് പൊടിയെ വന്ന് അട്രാക്ട് ചെയ്യപ്പെടും. കാര്യം എന്താണ്? അതിന് സസെപ്റ്റബിലിറ്റി കുറവാണ് സോഫ്റ്റ് അയണിനെ അപേക്ഷിച്ച്. പക്ഷേ അതിന് നിലനിർത്താനുള്ള കഴിവ് കൂടുതലുമാണ്. നിലനിർത്താനുള്ള കഴിവ് കൂടുതലാന്ന് പറഞ്ഞാൽ ഈ കാന്തം പോയാലും കുറച്ചു നേരം ആ സ്റ്റീലിൽ ഈ ഒരു പൊടികൾ എന്ത് ചെയ്യും, പറ്റിയിരിക്കും, എന്നിട്ടേ പോകും. അതായത് റിട്ടൻറ്റിവിറ്റി കൂടുതലാണ്, സസെപ്റ്റബിലിറ്റി കുറവാണ് സ്റ്റീലിന്. ഓക്കെ, അപ്പൊ അതാണ് ഈ ടേബിളിനകത്ത് നമ്മൾ എഴുതാനുള്ളത്. ഓക്കെ, അടുത്ത മാഗ്നറ്റിന്റെ ഒരു കഴിവാണ്, മാഗ്നറ്റിന്റെ മാത്രമല്ല മാഗ്നറ്റിക് സബ്സ്റ്റൻസിന്റെ ഒരു കഴിവാണ് പെർമിബിലിറ്റി. സബ്സ്റ്റൻസിന്റെ കഴിവുകളാണ് നമ്മൾ പറയുന്നത് കേട്ടോ മെയിനായിട്ട്. പെർമിബിലിറ്റി. എന്താണ് പെർമിബിലിറ്റി? അപ്പൊ ഈ കാന്തിക ബലരേഖകൾ അഥവാ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തി വിടാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനെയാണ് നമ്മൾ അതിന്റെ പെർമിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് മാഗ്നറ്റിക് മെറ്റീരിയലിന് മാത്രമല്ല, നമ്മൾ എല്ലാത്തിനും പറയാറുണ്ട്. അപ്പോൾ പെർമിബിലിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ സാറിന് എല്ലാത്തിനും പറയാറുണ്ട്. അതിന് മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. മാഗ്നറ്റിക് സബ്സ്റ്റൻസിനാണ് പൊതുവെ പെർമിബിലിറ്റി കൂടുതൽ എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പെർമിബിലിറ്റി കൂടുതൽ ആയിട്ടുള്ള മെറ്റീരിയൽ കൂടുതൽ മാഗ്നറ്റിക് ലൈൻസിനെ എന്ത് ചെയ്യും, കടത്തിവിടും. അപ്പൊ എയറിനെ കണ്ട ഇവിടെ ശ്രദ്ധിക്കുക, സാധാരണ എയറിലൂടെയാണ് നോർത്ത് സൗത്ത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് ഇടയിൽ നമ്മളൊരു സോഫ്റ്റ് അയൺ കോറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ ഈ എയറിൽ കൂടെ പോണേനേക്കാളും കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് പോവും. മാത്രമല്ല അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി അകത്ത് കൂടുതലുമായിരിക്കും. അപ്പൊ അവിടെ നമുക്ക് പറയാം ഈ ഒരു മെറ്റീരിയലിന് സോഫ്റ്റ് അയൺ എന്ത് എയറിനെ അപേക്ഷിച്ച് പെർമിബിലിറ്റി കൂടുതലാണെന്ന് പറയാം. ഓക്കെ, അതാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ പെർമിബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിനകത്തൂടെ എത്രത്തോളം മാഗ്നറ്റിക് ലൈൻസിനെ പാസ് ചെയ്ത് വിടാൻ പറ്റും എന്നുള്ള ആ ഒരു കഴിവിനെയാണ് പെർമിബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ പെർമിബിലിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു, അത് ഏത് സബ്സ്റ്റൻസിലോണം ആവാം, എബിലിറ്റി ഓഫ് സബ്സ്റ്റൻസ് ടു പാസ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ത്രൂ ദം. അതിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ എത്രത്തോളം കടത്തിവിടാൻ പറ്റും, അതിന്റെ ആ ഒരു കഴിവിനെ വിളിക്കുന്ന പേരാണ് പെർമിബിലിറ്റി. ഓക്കെ, ഇതിലെ ലാസ്റ്റ് ആ ഒരു കേസാണ് ഇലക്ട്രോ മാഗ്നറ്റ്. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ? ഇതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പററി മാഗ്നറ്റ്. പേര് പോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്, അതായത് കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്താണ്, ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഇലക്ട്രോ മാഗ്നറ്റ്. വൈദ്യുത കാന്തം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ വൈദ്യുതിയായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പൊ ഒരു കാന്തം നമുക്ക് വൈദ്യുതി ഉപയോഗിച്ചും നിർമ്മിക്കാൻ സാധിക്കും. അതാണ് വൈദ്യുത കാന്തം അഥവാ ഇലക്ട്രോ മാഗ്നറ്റ്. എങ്ങനെയാണ് വൈദ്യുതി ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് എന്നാണ് ഈ കാണിച്ചേക്കുന്നത്. നോക്കാം, അതിനെന്തൊക്കെ വേണം? ഒരു സെല്ല് വേണം, ഒരു ആണി വേണം, പിന്നെ അതിന് ചുറ്റാൻ വയേഴ്സ് വേണം, വയർ വേണം. അപ്പൊ ഇതേപോലെ ചുറ്റി വേണം എടുക്കാൻ. കണ്ട, ആണിക്ക് ചുറ്റുമായിട്ട് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ നന്നായിട്ട് ആ വയർ ബൗണ്ട് ചെയ്ത് ചുറ്റി വെച്ചേക്കാണ്. എന്നിട്ട് അതിൽ കണക്ഷൻ കൊടുത്തേക്കാണ്. കണ്ടോ, പ്ലസും ഇത് മൈനസും അങ്ങനെ കണക്ഷൻ കൊടുത്ത് ചെയ്തേക്കാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു സിസ്റ്റം മൊത്തത്തിൽ അതെന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. ഈ ഒരു ഭാഗം ഒരു മാഗ്നറ്റ് ആയിട്ട് മാറും. അതിന് നോർത്ത് പോളും സൗത്ത് പോളും ഒക്കെ കാണും. അപ്പൊ ഇതെങ്ങനെയാണ് മാഗ്നറ്റ് ആവുന്നതെന്ന് വെച്ചാൽ കറണ്ടിന്റെ ഒരു പ്രത്യേകതയാണ്. കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുമ്പോൾ അതിന് മാഗ്നറ്റിസം ഉണ്ടാവും. അതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സവിശേഷതയാണ്. സാധാരണ നമ്മൾ ഏത് കണ്ടക്ടർ എടുത്താലും ഉണ്ടാവും. പക്ഷെ ഇങ്ങനെ ചുറ്റികളാക്കി ഇടുമ്പോൾ ആ ഒരു പ്രോപ്പർട്ടി കൂടും, അതായത് അതിന്റെ കാന്തിക ശക്തി കൂടും. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിന്റെ കാന്തശക്തി കൂട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ ചുറ്റുകളുടെ എണ്ണം കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്ന ഈ സെല്ലിന്റെ വോൾട്ടേജ് കൂട്ടിയാൽ മതി. അത് കൂടിയ ബാറ്ററി എടുത്താൽ മതി, ഒരു കൂടിയ സെൽ എടുത്താൽ മതി. 1.5 വോൾട്ട് മാറ്റി 3 വോൾട്ട് 12 വോൾട്ട് ഒക്കെ ആക്കുമ്പോൾ ഈ ഒരു മാഗ്നറ്റിന്റെ എന്ത് കൂടും? സ്ട്രെങ്ത് കൂടും. ഇതൊരു ടെമ്പററി മാഗ്നറ്റ് ആണ്. ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താൽക്കാലികമായിട്ടുള്ള കാന്തമാണ്. അതായത് ഈ സെല്ല് അവിടെ നമ്മളൊരു സ്വിച്ച് കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ മാത്രമേ ഇത് മാഗ്നറ്റ് ആവും. ഓഫ് ആക്കുമ്പോൾ ഇതെന്തല്ല മാഗ്നറ്റ് അല്ല, സാധാ ഒരു മെറ്റീരിയൽ മാത്രമാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഇതിന്റെ മാഗ്നറ്റ്സ്? അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ടിലോട്ട് മാറ്റിക്കോളണേ. ഈ 3 പോയിന്റുകൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. ബാക്കി ഈ ബോക്സിനകത്തുള്ള എല്ലാം നോട്ടിനകത്ത് വേണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എടുത്ത് പറയുന്നത്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് മെയ്ഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റ്സ് ഇതൊക്കെ നോട്ടി വേണം. ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. ഒരു സോഫ്റ്റ് അയൺ എങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സോഫ്റ്റ് അയൺ പീസിന് ചുറ്റും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കോപ്പർ വയർ, ചെമ്പ് കമ്പി എന്ത് ചെയ്താൽ
ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ചെമ്പ് കമ്പി ചുറ്റി കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് എന്തായി മാറി? ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറി. അപ്പൊ ഈ ഇലക്ട്രോ മാഗ്നറ്റ് അഥവാ വൈദ്യുത കാന്തം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും എന്നാണ് അടുത്ത പറയുന്നത്. എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കും? ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ കോൾഡ് കണ്ടക്ടർ. നമ്മൾ പറഞ്ഞു ആ ചുറ്റിയേക്കുന്ന കണ്ടക്ടറുടെ കോയിൽ കണ്ടക്ടർ അഥവാ ചുറ്റിന്റെ എണ്ണം, നമ്പർ ഓഫ് ടേൺസ്. ആ ചുറ്റിന്റെ എണ്ണം കൂടുന്തോറും അതിന്റെ സ്ട്രെങ്ത് കൂടും. പിന്നെ സ്ട്രെങ്ത് ഓഫ് കറണ്ട്, നമ്മളെ ബാറ്ററി അല്ലെങ്കിൽ സെല്ലിന്റെ വോൾട്ടേജ് മാറ്റി കഴിഞ്ഞാൽ അതിൽ കൂടെ ഒഴുകുന്ന കറണ്ട് മാറും. അപ്പോൾ കറണ്ട് കൂടുമ്പോഴും എന്ത് കൂടും? മാഗ്നറ്റിസം കൂടും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ പീസ് പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. ഈ കോയിലിനകത്ത് വെച്ചേക്കുന്ന ഈ ഒരു സോഫ്റ്റ് അയൺ, ഇപ്പൊ നെയിലാണ്, ആണിയാണ്. അപ്പൊ ആണിയാണെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഒരു റോഡ് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഈ ക്രോസ് സെക്ഷൻ ഏരിയ, ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലുള്ള ഈ ഒരു ഏരിയയില്, ഇതിന് നമ്മൾ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ അറ്റത്തുള്ള ഏരിയയാണ്. ഓക്കെ, ഇവിടെയൊക്കെ ഏരിയ കുറവാണ്, കണ്ട ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ കുറവാണ്, ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതലാണ്. ഇതിനകത്ത് ഏകദേശം ഒരേപോലെ നിൽക്കുന്നത്. എന്നാൽ ഈ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുതൽ കൂടിക്കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിസം കൂടും. അതെങ്ങനെയെന്ന് വെച്ചാൽ ക്രോസ് സെക്ഷൻ ഏരിയ കൂടുമ്പോൾ പെർമിയബിലിറ്റി കൂടും, അതിനകത്തൂടെ കൂടുതൽ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂടുതൽ പാസ് ചെയ്യുന്നതുകൊണ്ടാണ് അതിന്റെ സ്ട്രെങ്ത് കൂടുന്നത്. ഓക്കെ, അപ്പൊ ആ 3 പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഇലക്ട്രോ മാഗ്നറ്റിന്റെ സ്ട്രെങ്തിനെ സ്വാധീനിക്കുന്നത്? എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽഡ് കണ്ടക്ടർ, ദ സ്ട്രെങ്ത് ഓഫ് കറണ്ട്, ദെൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. ഇപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിനെ പറ്റി നമ്മൾ പരീക്ഷയ്ക്കും ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക, ആ പോയിന്റുകൾ ശ്രദ്ധിക്കുക, ആ ഒരു ഫിഗർ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കുന്നത് നോക്കുക. വൈദ്യുത കാന്തം എന്നാണ് മലയാളം. ഓക്കെ, അപ്പൊ ആൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ ടെമ്പററി മാഗ്നറ്റ്സ് ഇഫ് ദ കറണ്ട് ceases to flow, magnetism of the soft iron core lost. ആ സോഫ്റ്റ് അയൺ കോറിന്റെ മാഗ്നറ്റിസം എന്താവും? ലോസ് ആവും. എപ്പോഴും ഈ കറണ്ട് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ അത് ലോസ് ആവും. അത് ടെമ്പററി മാഗ്നറ്റ് ആണ്. ടെമ്പററി മാഗ്നറ്റിന് പ്രത്യേകതകളും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ടെമ്പററി മാഗ്നറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് സ്ട്രെങ്ത് ഉള്ള ടെമ്പററി മാഗ്നറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആവശ്യം വേണ്ട സമയത്ത് മാത്രം അത് മാഗ്നറ്റ് ആയാൽ മതി. അപ്പൊ അതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്. ദോഷമെന്നായിട്ട് പറയാം, നമുക്ക് എപ്പോഴും കറണ്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും, അതൊരു ദോഷമാണ്. പക്ഷെ ഗുണങ്ങളാണ് കൂടുതൽ. സാധാ മാഗ്നറ്റ് ആണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രെങ്ത് ഒക്കെ പോകും. പക്ഷെ ടെമ്പററി മാഗ്നറ്റ് ആണെങ്കിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്ന മാത്രം ആ സമയത്ത് മാത്രമേ ഇത് മാഗ്നറ്റ് ആവും. അതുകൊണ്ട് അതിന്റെ സ്ട്രെങ്തിന് വ്യത്യാസമൊന്നും എപ്പോഴും വരത്തില്ല. എപ്പോഴും നമ്മൾ കൊടുത്താൽ അത്രയും കറണ്ടും അതേ സെറ്റപ്പിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മാഗ്നറ്റിസം നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ അതിന്റെ ഗുണങ്ങളാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ പാഠത്തിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. ആ പോയിന്റുകൾ, ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകൾ, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, തുടക്കത്തിൽ ജസ്റ്റ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, എർത്ത് ആസ് എ മാഗ്നറ്റ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് തൊട്ട് പറഞ്ഞ കാര്യങ്ങളാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നന്നായിട്ട് അത് പഠിക്കുക, വായിക്കുക, എക്സസൈസുകൾ ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇതിനകത്ത് കൂടുതൽ എക്സസൈസുകളൊക്കെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഫൈൻ.